അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദിൻ അൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സത്യസരണി വാട്സാപ്പ് ഗ്രൂപ്പിലെ ചിന്താധാര എന്ന പംക്തിയുടെ ഭാഗമായി വിവാഹമോചനവുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമിലെ ത്വലാഖുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്ന ചർച്ചകളുടെ പിന്നിലുള്ള ചേതോവികാരം എന്നുള്ള നിലക്ക് നമ്മൾ ഒരു മെസ്സേജ് വിട്ടിരുന്നു. ഒരു പംക്തി ആ വിഷയത്തിലായിരുന്നു. അത് കേട്ടപ്പോൾ ചില സഹോദരങ്ങൾ അവരുടെ സംശയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി, ഒരു വിശദീകരണം ആവശ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാം വിവാഹമോചനം എന്നുള്ള സമ്പ്രദായം അതിനെ വളരെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കാൻ പറ്റുന്ന ഒന്നാക്കി വളരെയധികം നിയന്ത്രിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും അത് വളരെ വ്യക്തമാക്കി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പല മതവിശ്വാസങ്ങളും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യത്തെ അംഗങ്ങളാണ്, പൗരന്മാരാണ്. നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമൂഹത്തെ മുത്തലാഖിൻ്റെ പേരിൽ വളരെയധികം ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മുടെ മതം, പരിശുദ്ധ ഇസ്ലാം, മുത്തലാഖ് എന്നുള്ള സമ്പ്രദായം അംഗീകരിക്കുന്നേയില്ല. ത്വലാഖ് എന്ന് പറയുന്ന സമ്പ്രദായം മുത്തലാഖിന് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ത്വലാഖിനെ പോലും വളരെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിച്ചാൽ മതി എന്നുള്ള നിലക്ക് അതിനെ നിയന്ത്രിച്ച് കണിശമായ നിബന്ധനകൾ വെച്ച് അങ്ങനെയാണ് അതിനെ ഇസ്ലാം കാണുന്നത്. നിങ്ങൾ നോക്കൂ, ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് അറേബ്യയിലുണ്ടായിരുന്ന ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു സ്വഭാവം എന്തായിരുന്നു? അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ അവളെ വിവാഹമോചനം നടത്തും, ത്വലാഖ് നടത്തും. പക്ഷേ എന്തു ചെയ്യും? ആ ത്വലാഖിൻ്റെ ഇദ്ദ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവളെ തിരിച്ചെടുക്കുകയും എന്നിട്ട് വീണ്ടും അവളെ ത്വലാഖ് ചെല്ലുകയും ചെയ്യും. ചുരുക്കത്തിൽ വിവാഹിതയാകുകയോ വിവാഹമോചിതയാകുകയോ ചെയ്യാത്ത ഒരന്തരീക്ഷം സൃഷ്ടിച്ച് ആ സ്ത്രീ എല്ലാ നിലക്കും പീഡിപ്പിക്കുന്ന, അവളെ നശിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത്, അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇസ്ലാം വന്നു, പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു സംഭവം നിങ്ങൾ നോക്കൂ. അൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു قال كان الناس في ابتداء الإسلام يطلقون من غير حسر ولا عدد وكان الرجل يطلق امرأته فإذا قاربت انقضاء عدتها راجعها ثم طلقها كذلك ثم راجعها يقصد بذلك مضارتها فنزلت هذه الآية الطلاق مرتان يعني الطلاق الذي يملك الرجعة عقيبه مرتان فإذا طلق ثلاثا فلا تحل له إلا بعد نكاح زوج آخر. ഞാനിത് വായിക്കുന്നത്, പ്രിയമുള്ളവരെ, മആലിമുത്ത് തൻസീൽ ഫി തഫ്സീറുൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറുൽ ബഗവിയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഹിജറ 510 വഫാത്തായി പോയിട്ടുള്ള ഇമാം ബഗവിയുടെ തഫ്സീറാണ്. ഇതിൽ പറയുന്നത് എന്താ? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുക, ആദ്യ കാലഘട്ടത്തിൽ, ഇസ്ലാം കടന്നു വരുന്ന ആദ്യ കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടുള്ള എണ്ണവും പരിധിയുമില്ലാത്ത വിവാഹമോചനമായിരുന്നു ഉണ്ടായിരുന്നത്. വക്കാന റജുലു യുത്തല്ലിഖു ഇമ്രതഹു,
ഒരു ആൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ത്വലാക്ക് ചൊല്ലും. ഫഇദാ ഖാറബത്ത് ഇൻകിലാ ഇദ്ദത്തിഹ എന്നിട്ടെന്ത് ചെയ്യും? അവളുടെ ഇദ്ദ പൂർത്തിയാകാനായി കഴിഞ്ഞാൽ അതിൻ്റെ ആ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ റാജഅഹ അവളെ തിരിച്ചെടുക്കും. സുമ്മ ത്വല്ലഖഹ കദാലിക് എന്നിട്ട് വീണ്ടും അവളെ വിവാഹമോചനം നടത്തും. എന്നിട്ട് അതിൻ്റെ അവധി പൂർത്തിയാകുമ്പോൾ വീണ്ടും അവളെ മടക്കും. അങ്ങനെ അവളെ യക്സുദു ബിദാലിക മുളാറതഹ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? അവളെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളതാണ്. തൻ്റെ ഭാര്യയെ, ആ സ്ത്രീയെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്, പീഡിപ്പിക്കുക എന്നുള്ളതാണ്. ഫനസലത്ത് ഹാദിഹിൽ ആയ അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത്. ഏതായത്ത്? അത്വലാഖു മർറതാൻ, ത്വലാഖ് മടക്കിയെടുക്കാൻ കഴിയുന്ന ത്വലാഖ് മർറതാൻ 2 പ്രാവശ്യങ്ങൾ മാത്രമാകുന്നു. യഅനി അത്വലാഖല്ലദീ യംലികു റജ്അ മടക്കിയെടുക്കാൻ അവകാശമുള്ളതായ ത്വലാഖ് അഖീബഹു മർറതാൻ അതെന്താ 2 തവണയാകുന്നു. ഫഇദാ ത്വല്ലക സലാസൻ മൂന്നാമത്തെ ത്വലാഖും സംഭവിച്ചാൽ ഫലാ തഹില്ലു ലഹു ഇല്ലാ ബഅദ നികാഹി സൗജിൻ ആഖർ അവന് അവളെ അനുവദനീയമല്ല. ഇല്ലാ ബഅദ നികാഹിൻ സൗജിൻ ആഖർ അവളെ മറ്റൊരാൾ കല്യാണം കഴിച്ച് അവർക്കിടയിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഉണ്ടായി അവർക്കിടയിൽ വിവാഹമോചനം സംഭവിച്ച് പിന്നീട് മാത്രമേ ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ കാര്യം നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമായി എന്തായിരുന്നു ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിവാഹമോചന രീതികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീ അങ്ങേയറ്റം പീഡിപ്പിക്കുക, അപ്പോൾ അത് പറ്റില്ല. മറിച്ച് തിരിച്ചെടുക്കാൻ കഴിയുന്ന 2 അവസ്ഥ മാത്രം. മൂന്നാമത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ടുള്ള ഒരു ത്വലാഖായി എന്നുള്ളതാണ് പറയുന്നത്. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്, അങ്ങനെ ത്വലാഖ് 3 സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ വിവാഹം ചെയ്യണം, എന്നിട്ട് അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി ത്വലാഖൊക്കെ സംഭവിച്ച് എന്നാൽ മാത്രമേ ആദ്യത്തെ ആൾക്ക് വിവാഹം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഇങ്ങനെ ത്വലാഖ് സംഭവിക്കുമ്പോൾ 3 ത്വലാഖും സംഭവിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവൾക്ക് കൊടുത്ത സമ്മാനങ്ങൾ അത് സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളതല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വലാ യഹില്ലു ലക്കും അൻ തഖുദു മിമ്മാ ആതൈതുമൂഹുന്ന ഷൈആ ഒന്നും അവളിൽ നിന്ന് സ്വീകരിക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മറ്റൊന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഈ മെസ്സേജ് പ്രചരിപ്പിച്ച് ഒരാൾ കേട്ട് 1 മിനിറ്റും 54 സെക്കൻഡോ 56 സെക്കൻഡോ ഒക്കെയുള്ള ഒരു വോയിസ് നോട്ട് ഇവിടെ കിട്ടുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത് അത്വലാഖു മർറതാനി എന്നുള്ള ആയത്തിൻ്റെ തഫ്സീറിൽ അമാനി മൗലവി ഇങ്ങനെയല്ല പറയുന്നത് എന്നുള്ള നിലക്കാണ്. പക്ഷേ അമാനി മൗലവി റഹിമഹുല്ല അദ്ദേഹം എഴുതിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ വിവരണം, അതിൽ അത്വലാഖു മർറതാനി എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ വിവരണം 229 വചനമാണ് സൂറത്തുൽ ബഖറയിൽ. അതുപോലെ തന്നെ 228 വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂഇൻ എന്ന് പറയുന്ന ആയത്തിൻ്റെ വിശദീകരണം, അതുപോലെ തന്നെ സൂറത്തു ത്വലാഖ് അതിൻ്റെ വിശദീകരണം, അതിലൊന്നും തന്നെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് ഇവിടെ 1 മിനിറ്റും 54 സെക്കൻഡും ഒരു പ്രതികരണമായി തന്നിട്ടുള്ള ഒരു സംശയം ഉന്നയിച്ചിട്ടുള്ള വ്യക്തി പറയുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് 4 മാസവും 10 ദിവസവും ഇദ്ദയിരുന്നതിന് ശേഷം പിന്നീട് 2ാമത് ത്വലാഖ് എന്നൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് ഒട്ടും ശരിയല്ല. കാരണം പ്രിയമുള്ളവർ, 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കുക എന്നുള്ളത് 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കുക എന്നുള്ളത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ അവരാണ് അങ്ങനെ 4 മാസം 10 ദിവസവും ഇദ്ദയിരിക്കേണ്ടത്. അത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 234 വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്.
വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതുറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റഹ. അത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഇരിക്കേണ്ട ഇദ്ദാ കാലയളവാണ്. ആ ഇദ്ദായി പിന്നെ അവൾക്ക് അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, മരിച്ചു പോയില്ലേ. അപ്പോൾ അത് വേറെ വിഷയമാണ്. നമ്മൾ പറയുന്നത് ഇവിടെ ത്വലാക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇമാം ഇബ്നു ജരീർ ത്വബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, 4788 നമ്പറായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. അത്വലാഖു മർറതാനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ എന്നുള്ള ആയത്തിൻ്റെ വിശദീകരണത്തിൽ അൻ മുജാഹിദിൻ, മുജാഹിദ് എന്ന് പറയുന്ന താബി മുഫസ്സിർ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. എന്താണ്? ശരിക്കും ശ്രദ്ധിച്ചോളൂ. യുതല്ലിഖു റജുലു ഇംറഅതഹു ത്വാഹിറൻ മിൻ ഗൈരി ജിമാഇൻ. അതായത് ഒരു സ്ത്രീ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി, ശുദ്ധി കാലഘട്ടത്തിൽ, മിൻ ഗൈരി ജിമാഇൻ, ഈ സംയോഗത്തിൽ ഏർപ്പെടാത്ത ആ ശുദ്ധി കാലഘട്ടത്തിൽ ഒരാൾ തൻ്റെ ഭാര്യയെ വിവാഹമോചനം നടത്തുന്നു. നമ്മൾ മനസ്സിലാക്കണം, ആർത്തവ കാലഘട്ടത്തിൽ വിവാഹമോചനം നടത്തൽ പാടില്ല. അതോടൊപ്പം തന്നെ ശുദ്ധികാലത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്തും ആ ശുദ്ധികാലത്തും വിവാഹമോചനം നടത്താൻ വേണ്ടി പാടുള്ളതല്ല. അത് ചെയ്താൽ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ത്വലാഖായിരിക്കും. അത് ഇവിടെ ഈ പറയുന്നത് എന്താ? തഫ്സീർ ത്വബരിയിൽ പറയുന്നത് എന്താ? യുതല്ലിഖു റജുലു ഇംറഅതഹു ത്വാഹിറൻ മിൻ ഗൈരി ജിമാഇൻ. അവൾ ശുദ്ധിയായിരിക്കുമ്പോൾ, അതോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഈ ശുദ്ധിയുള്ള കാലഘട്ടത്തിൽ അവൻ അവളെ വിവാഹമോചനം ചെയ്യുന്നു. ശ്രദ്ധിച്ചോളൂ. ഫഇദാ ഹാലത്ത്, പിന്നീട് അവൾക്ക് ആർത്തവമുണ്ടായി. സുമ്മ തൊഹറത്ത്, പിന്നീട് അവൾ ശുദ്ധിയായി. ഫഖദ് തമ്മൽ ഖർഉ, അപ്പം അവൾക്ക് എന്തായി? ഒരു പൂർത്തിയായി. മനസ്സിലായല്ലോ? എന്ന് പറയുന്നത് ശുദ്ധികാലത്ത് സലാസത്ത് കുറൂന്ന 3 ശുദ്ധികാലം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് പൂർത്തിയായി. സുമ്മ യുതല്ലിഖു സാനി, അപ്പോൾ ഒരു ശുദ്ധികാലം പൂർത്തിയായിട്ട് ഇവിടെ പറയുന്നത് സുമ്മ യുതല്ലിഖു സാനിയ, പിന്നീട് രണ്ടാമത്തെ ത്വലാക്ക് ചെയ്യുന്നു. കമാ യുതല്ലിഖുൽ ഊല, ഒന്നാമത്തത് ചൊല്ലിയതുപോലെ. ഇൻ അഹബ്ബ അൻ യഫ്അൽ, അദ്ദേഹം അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ. അപ്പോൾ ഒരു ത്വലാഖിൻ്റെ കാലം ഇവിടെ പറയുന്നത് എന്താ? ഫഇദാ ഹാലത്ത് സുമ്മ തൊഹറത്ന, ഒരാർത്തവമുണ്ടായി പിന്നീട് ശുദ്ധിയായി. ആ കാലഘട്ട അപ്പോഴത്ര സാധാരണഗതിയിൽ ഒരു മാസമാണ് അങ്ങനെ അതിനുണ്ടാകാറ്. മാസത്തിലൊരിക്കലാണല്ലോ ഇവർക്ക് മാസമുറാന്ന അതിന് പേര് തന്നെ പറയാറുള്ളത്. മനസ്സിലായല്ലോ? ഇനി സുമ്മ യുത്തല്ലിഖു സാനിയ കമാ യുത്തല്ലിഖുൽ ഊല, ഒന്നാമത് ത്വലാഖ് നിർവഹിച്ചതുപോലെ തന്നെ രണ്ടാമതും നിർവഹിക്കുക. ഇനി അഹബ്ബ അൻ യഫ്അൽ, അങ്ങനെ രണ്ടാമതും ത്വലാഖ് ചെയ്യണം എന്ന് അദ്ദേഹം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫഇദാ തല്ലഖ സാനിയ, ഇനി രണ്ടാമത്തെ ത്വലാഖും ചൊല്ലിയാൽ സുമ്മ ഹാലത്തിൽ ഹൈലത്തു സാനിയ, എന്നിട്ട് രണ്ടാമത് ഹൈലും ഉണ്ടായിക്കഴിഞ്ഞാൽ, ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫഹുമാ തത്ലീഖതാനി വഖർആനി, അതാകുന്നു 2 ത്വലാഖുകൾ. അതോടൊപ്പം തന്നെ 2 ശുദ്ധികാലങ്ങൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ വ്യക്തമായി ഈ ഇബാറത്തെന്ന് മനസ്സിലാകുന്നുണ്ടത് ഒരു മാസമാണ് ഒന്നാമത്തത്, രണ്ടാമത്തത് രണ്ടാമത്തെ മാസമാണ്, അല്ലെങ്കിൽ ശുദ്ധി കാലമാണ്. മനസ്സിലായല്ലോ? ഇനി മറ്റൊരു ഇത് ഇമാം ഇബ്നു ജരീർ ത്വബരിയുടെ ജാമിഉൽ ബയാൻ ഫി തഅ്വീൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീർ എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതേ തഫ്സീറിൽ തന്നെ ഈ ആയത്തിൻ്റെ അഥവാ അത്വലാഖു മർറത്താനി എന്നുള്ള ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം, അൻ തുതല്ലിഖൂഹുന്ന സിന്തൈനി ഫി കുല്ലി തുഹ്രിൻ വാഹിദ, അൻ തുതല്ലിഖൂഹുന്ന സിന്തൈൻ ഫി കുല്ലി തുഹ്രിൻ വാഹിദ സുമ്മൽ വാജിബ് ബഅദ ദാലിക അലൈക്കും ഇമ്മാ അൻ തുംസികൂഹുന്ന ബിമഅറൂഫ് ഔ തുസർരിഹൂഹുന്ന ബിഇഹ്സാൻ. അപ്പോൾ എന്താ പറയുന്നത്? അൻ തുതല്ലിഖൂഹുന്ന സിന്തൈനി,
2 ത്വലാഖുകൾ നിർവഹിക്കൽ. എപ്പോൾ ഫിക്കുല്ലി തുഹരിൻ വാഹിദ, ഓരോ ശുദ്ധികാലത്തും 1. അപ്പോൾ ഒരു ശുദ്ധികാലത്ത് ഒരു ത്വലാഖ്, അടുത്ത ശുദ്ധികാലത്ത് മറ്റൊന്ന്, അങ്ങനെ എന്ത് ചെയ്യുന്നു, 2 ആയിക്കഴിഞ്ഞാൽ സുമ്മൽ വാജിബ് ബഅദ ദാലിക അലൈക്കും, പിന്നീട് നിങ്ങളുടെ മേൽ നിർബന്ധമാണെന്ത്, ഇമ്മ അൻ തുംസികൂഹുന്ന ബിമാറൂഫ്. 2 ത്വലാഖും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ മര്യാദ പ്രകാരം അവളെ കൂടെ നിർത്തുക, ഔ തുസരിഹൂഹുന്ന ബി ഇഹ്സാൻ, അല്ലെങ്കിൽ അവളെ പിരിച്ചയക്കുക. അപ്പോൾ ഈ ഇബാറത്തിലും എന്തുണ്ട്, ഒരു ശുദ്ധികാലമാണ് 1, അഥവാ ഒരു ശുദ്ധികാലത്തിലാണ് ഒരു ത്വലാഖ് എന്ന് പറഞ്ഞാൽ 1 മാസം ആണ് സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഇത് ഉണ്ടാകുക. മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, ഇമാം ഇബ്നു ജരീർ തൊബരിയുടെ തഫ്സീറിൽ സൂറത്തു ത്വലാഖിൽ ഫത്വല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന എന്നുള്ള ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയാണ്, അൻ ഖതാദത റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി ഫത്വല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന ഖാല ഇദാ തഹറത് മിനൽ ഹൈദ് ഫീ ഗൈരി ജിമാഇൻ. കണ്ടോ, ആർത്തവത്തിൽ നിന്ന് അവൾ ശുദ്ധിയായാൽ ഫി ഗൈരി ജിമാഇൻ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ശാരീരിക ബന്ധത്തിൽ അവരേർപ്പെടുകയും ചെയ്യാത്ത ആ കാലഘട്ടത്തിൽ, എന്നിട്ട് കുൽത്തു കൈഫ് കാല ഇദാ തഹറത്ത്, അവൾ ശുദ്ധിയായി കഴിഞ്ഞാൽ ഫത്വല്ലഖഹ മിൻ ഖബ്ല അൻ തമുസ്സഹ. കണ്ടോ, ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി കഴിഞ്ഞാൽ അവളെ പ്രാപിക്കുന്നതിന് മുമ്പ്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവളെ ത്വലാഖ് നിർവഹിക്കുക. ഫഇൻ ബദാലക അൻ തുതല്ലിഖഹ ഉഖ്റ. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ത്വലാഖ് കഴിഞ്ഞിട്ട് ഫഇൻ ബദാലക അൻ തുതല്ലിഖഹ ഉഖ്റ, ഇനിയും ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, ത്വലാഖ് ചെയ്യണമെന്ന് തന്നെയാണെങ്കിൽ അങ്ങനെ മറ്റൊരു ത്വലാഖും ചൊല്ലിക്കഴിഞ്ഞാൽ തറക്തഹാ ഹത്താ തഹീല ഹൈലത്തൻ ഉഖ്റ. എപ്പോഴാ രണ്ടാമത്തെ ത്വലാഖ് ഇല്ല, തറക്തഹാ, നീ അവളെ ഉപേക്ഷിക്കുക, ഹത്താ തഹീല ഹൈലത്തൻ ഉഖ്റ, രണ്ടാമത്തെ ഹൈല് ഉണ്ടാകുന്നത് വരെ. എന്നിട്ട് ആ ഹൈലിൽ നിന്നൊക്കെ ശുദ്ധിയായാൽ സുമ്മ ത്വല്ലിഖ്ഹ ഇദാ ത്വഹറത്തി സാനിയ. കണ്ടോ, രണ്ടാമത്തെ ഹൈലിൽ നിന്ന് ശുദ്ധിയായാൽ പിന്നെ നീ എന്ത് ചെയ്യുക, ത്വലാഖ് ചെല്ലുക രണ്ടാമത്. അപ്പോൾ ഇത് ഇമാം തുബരിയുടെ തഫ്സീർ എന്നുള്ള ഇബാറത്താണ്. സൂറത്തു ത്വലാഖിലെ ഫത്വല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന എന്നുള്ള ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം. അപ്പോൾ ഇതെന്നൊക്കെ മനസ്സിലാകുന്നത് 1 മാസം എന്നുള്ള, അല്ലെങ്കിൽ 1 മാസം എന്നല്ല ഇവിടെ പ്രയോഗിച്ചത്, മറിച്ച് ഒരു ശുദ്ധികാലം, ഒരു ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷം ഇങ്ങനെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഇനി ഇവിടെ മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം, ഇനി സുഹൃത്തുക്കളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വേറെയും ഇബാറത്തുകൾ ഈ തഫ്സീറിൽ കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ റജഈ ആയിട്ടുള്ള മടക്കിയെടുക്കാവുന്ന ഈ ത്വലാഖ് ആ കാലഘട്ടത്തിൽ ഭാര്യക്കും ഭർത്താവിനും എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് അതിൽ പണ്ഡിതന്മാർ പറയുന്നത്, പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യജിബു അൻ തബ്ഖ ഫി ബൈതി സൗജിഹ ഹത്താ തൻതഹി ഇദ്ദതഹാ ഹത്താ തൻതഹി ഇദ്ദതുഹാ. ഇദ്ദ അവസാനിക്കുന്നത് വരെ അവൾ അവൻ്റെ വീട്ടിൽ തന്നെ നിൽക്കൽ നിർബന്ധമാണ്. വഫി ഹാദിഹിൽ ആൽ ഫി ബുക്കായ ഫി ബൈതി സൗജിഹ ലഹ അൻ തക്ഷിഫ ലഹു. അവൾക്ക് അവൻ്റെ മുമ്പിൽ പിന്നെ ഔറത്തൊന്നും മറക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ ശരീരമൊക്കെ തുറന്നിടുന്നതിന് വിരോധമല്ല എന്നർത്ഥം, വെളിവാക്കുന്നതിന് വിരോധമില്ല. വ അൻ തതസയ്യൻ, അതുപോലെ അവൾക്ക് അലങ്കരിക്കുന്നതിന് വിരോധമില്ല. വ അൻ തതജമ്മൽ, പിന്നെ സൗന്ദര്യവൽക്കരണത്തിന് ഇതൊന്നും കുഴപ്പമില്ല. വ അൻ തതതയ്യബ്, സുഗന്ധം പൂശുന്നതിന് കുഴപ്പമില്ല. വ അൻ തുകല്ലിമഹു വ യുകല്ലിമഹ, അവൾക്ക് അവനോടോ ഇങ്ങോട്ട് തിരിച്ചോ സംസാരിക്കുന്നതിന് വിരോധമില്ല. വതജ്ലിസ് മഅഹു, ഒന്നിച്ചിരിക്കുന്നതിന് വിരോധമില്ല. വതഫ്അലു കുല്ലു ഷൈഇൻ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വിരോധമില്ല. മാ അദൽ ഇസ്തിംതാ ബിൽ ജിമാഅ് അവൽ മുബാഷറ, അവർ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ മാത്രം പാടുള്ളതല്ല. അഥവാ അങ്ങനെ ചെയ്താലോ ഫഇന്ന ഹാദാ ഇന്നമാ യകൂനു ഇൻദ റജഅതി വലഹു അൻ യർജിഅഹ ബിൽ ഖൗലി ഫയഖൂലു റാജഅതു സൗജതി. ഈ ഇരിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് മടക്കിയെടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അവൻ പറയണം റാജഅതു സൗജതി, ഞാൻ എൻ്റെ ഭാര്യയെ മടക്കിയെടുത്തിരിക്കുന്നു. വലഹു അൻ യുറാജിഅഹ ബിൽ ഫിഅലി,
പ്രവർത്തനം കൊണ്ട് അവളെ മടക്കിയെടുക്കുക. എങ്ങനെ? ഫയുജാമിഅഹാ ബിനിയ്യത്തിൽ മുറാജഅ, മടക്കിയെടുക്കുന്നു എന്നുള്ള നെയ്യത്തോടുകൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. ഇത് ഫതാവ ഇസ്ലാമിയ ലി അസ്ഹാബിൽ ഫളീലത്തിൽ ഉലമ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഇബാറത്താണ്. അപ്പോൾ കുറേ സംശയങ്ങൾ ദൂരീകരിച്ച് കഴിഞ്ഞിരിക്കും എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.